ശബരിമലയിൽ ഇന്നലെയും 1 ലക്ഷത്തിനടുത്ത് ഭക്തർ മല കയറി. 96,668 ഭക്തരാണ് ഇന്നലെ അയ്യപ്പനെ തൊഴാനെത്തിയത്. ഇന്ന് രാവിലെ 6 മണി വരെ 25,000 ഭക്തർ സന്നിധാനത്തെത്തി. പോലീസിന്റെ കർപ്പൂരാഴി ഇന്ന് വൈകുന്നേരം നടക്കും. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. മകരവിളക്കിനോട് അടുക്കുമ്പോൾ സന്നിധാനത്ത് തിരക്കേറുകയാണോ? അതുപോലെ തന്നെ കർപ്പൂരാഴി, പോലീസിന്റെ കർപ്പൂരാഴിക്കായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? നുസ്രീബ്, മണ്ഡല പൂജയ്ക്കുള്ള ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള വലിയ തിരക്കിലേക്ക് ശബരിമല സന്നിധാനം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയും ഏതാണ്ട് എല്ലാ മണിക്കൂറിലും ഏതാണ്ടൊരു 4,000-5,000 ഭക്തർ ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് എത്തുന്നുണ്ട്. 4,500 ഏറ്റവും ഒടുവിൽ 5 മണി മുതൽ 6 മണി വരെ സന്നിധാനത്ത് മല ചവിട്ടിയ ഭക്തരുടെ എണ്ണം. എന്തായാലും ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ ഏതാണ്ട് ഒരു 25,000-ഓളം ഭക്തർ രാവിലെ 6 മണി വരെ ദർശനത്തിനെത്തുന്നു. അതായത് ഇനി 1-2 ദിവസങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ 26-ഉം 27-ഉം ഭക്തർക്ക് കർശനമായ നിയന്ത്രണമുണ്ട്. ആദ്യ ദിവസം 30,000, തൊട്ടടുത്ത ദിവസം 35,000 ഭക്തർക്ക് മാത്രമാണ് ശബരിമല സന്നിധാനത്ത് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകുക. അതായത് സാധാരണഗതിയിൽ കഴിഞ്ഞ ഈ സീസൺ തുടങ്ങിയതിൽ പിന്നെ തുടക്കം മുതൽ കാണുന്നത് പോലെ ഏതാണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഏറ്റവും വലിയ തിരക്ക്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും 1,05,000-ൽ പരം ഭക്തർ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനായി എത്തി എന്നുള്ളതാണ് കണക്ക്. അതുതന്നെയാണ് ഇന്നും ഒരുപക്ഷെ ബുധനാഴ്ച ഒക്കെയും ആ തിരക്ക് തുടരാൻ സാധ്യത. പിന്നീട് അതങ്ങനെ ശനി ഞായർ ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴാണ് തിരക്ക് കുറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇത്തവണ കണ്ടത്. എന്തായാലും ഇന്നും നാളെയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർശനമായ നിയന്ത്രണമാണുള്ളത്. ശബരിമല ഇപ്പോൾ 26-ാം തീയതി തങ്കയങ്കി ഘോഷയാത്ര രാവിലെ സന്നിധാനത്ത് നിലയ്ക്കലിലെത്തിയാൽ അതിനുശേഷം പിന്നീട് സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടുന്നതിനടക്കം കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അതായത് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ട ശേഷം മാത്രമായിരിക്കും ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുക എന്നുള്ളതാണ്. എന്തായാലും ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ ഉഷപൂജ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് മുന്നോട്ട് പോകും. നമുക്ക് ഇവിടെ ഒരു കൂട്ടം ഭക്തരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, തിരക്ക് എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല തിരക്കാണ്. ഞായറാഴ്ച ഒഴിച്ചുള്ള ബാക്കി ദിവസം 2 ദിവസമായിട്ട് നല്ല തിരക്കാണ്. ഞായറാഴ്ച മാത്രം തിരക്ക് കുറവ്. എന്നാലും ഭക്തന്മാർക്ക് ഭഗവാനെ ദർശിക്കാനുള്ള സംവിധാനം നല്ല രീതിക്കാണ് എന്നാൽ കാണാൻ പറ്റുന്നുള്ളതാണ്. ഈ വലിയ ബ്ലോക്കൊന്നും എവിടെ ഉള്ളതായിട്ട് മരക്കൂട്ടത്തിനോട് ബ്ലോക്ക് ചെയ്തിരിക്കുക, പമ്പയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഈ ആളുകളുടെ വരവ് അനുസരിച്ചാണിക്കൊണ്ട് കയറാൻ പറ്റും. നല്ല തിരക്കാണ്. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ തിരക്കില്ലാത്ത, ബാക്കി എല്ലാവരും നല്ല തിരക്കാണ്. ഏതാണ്ട് അത് തന്നെയാണ് സാഹചര്യം. മനസ്സിലായി ഇപ്പുറത്ത് വൈകാതെ ഇനിയിപ്പോൾ ശീവേലി നടക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇവിടെ ഭക്തരെ ഏതാണ്ട് ദർശനത്തിനായി തിരുനടയിലേക്ക് കടക്കുന്നത് തടഞ്ഞുകൊണ്ട് അവിടെ ഒരു ക്രമീകരണം, അതായത് ശീവേലി നടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഇവിടെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തുന്ന ഭക്തരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഈ ഒരു നിയന്ത്രണമുള്ളത്. പ്രത്യേകിച്ച് സ്പോട്ട് ബുക്കിങ്ങിനും മറ്റും വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അതായത് 26, 27 തീയതികളിൽ 26-ാം തീയതി ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി പമ്പയിലെത്തുന്ന തങ്കയങ്കി ഘോഷയാത്ര അന്ന് ഏതാണ്ട് വൈകുന്നേരം 5 മണിയോടുകൂടി ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് ഇതിനെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഏതാണ്ട് 6 മണിക്ക് ശേഷം ദീപാരാധനയ്ക്ക് തൊട്ടു മുന്നോടിയായി തങ്കയങ്കി ഘോഷയാത്ര ശബരിമല 18-ാം പടി ചവിട്ടി ഈ ഒരു ശ്രീകോവിലേക്ക് എത്തുമ്പോൾ ശീവേലിയുടെ ഭാഗമായി മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമയം പൂജാ സമയം ഭക്തർക്ക് ദർശനമില്ല. നട അടച്ച പൂജാകർമ്മങ്ങളും അതിനുശേഷം നട തുറക്കുന്ന സമയത്തായിരിക്കും ഭക്തരെ ഇവിടേക്ക് കടത്തി വിടുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കി കാത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 27-ന് രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് 10 മണിക്ക് ശേഷമാണ് മണ്ഡല പൂജ നടക്കുക. മണ്ഡല പൂജ ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ഉണ്ടാകും. തൊട്ടടുത്ത ദിവസം അന്ന് തന്നെ രാത്രി ഏതാണ്ട് 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും.
എന്നുള്ളതാണ് ഇപ്പോഴുള്ള അറിയിപ്പുള്ളത്. 30-ന് വൈകുന്നേരം 5 മണിക്കാണ് ശബരിമല നട വീണ്ടും തുറക്കുക. ഇവിടെ ഭക്തർ വീണ്ടും ദർശനത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു തിരക്ക്? വരുന്ന ക്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എവിടെ മുതൽ ക്യൂ നിന്നു? നടപ്പന്തൽ മുതൽ അല്ലേ? അല്ലാതെ ശരംകുത്തിയിലൊന്നും ബ്ലോക്ക് കയറി വരുന്നിടത്ത് എവിടെ നിൽക്കേണ്ടി ഒന്നും വന്നില്ല. അല്ലാതെ ക്യൂ ഉണ്ട്, എന്നാലും കയറ്റി വിടുന്നു. വലിയ തിരക്കുണ്ടെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ വെള്ളം അങ്ങനെ കാര്യങ്ങളെല്ലാം കിട്ടുന്നു. എല്ലാം കിട്ടും. അനുശ്രീ, അതാണ് സാഹചര്യം. വീണ്ടും ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. അതായത് ശ്രീകോവിലിന് മുന്നിലേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ശീവേലി സമയത്താണ് ഇവിടെ നിന്ന് ഭക്തരെ ഒരല്പം ക്ഷേത്ര നടയ്ക്ക് സമീപത്ത് നിന്ന് മാറ്റി ഈ ഫ്ലൈ ഓവറിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന രീതിയുണ്ടത്. ശീവേലി കടന്നു പോയ ശേഷമാണ് പിന്നീട് ഭക്തരെ തിരുനടയ്ക്ക് മുന്നിലേക്ക് കടത്തിവിടുക. എന്തായാലും ഇപ്പോൾ ഇനിയും ഉഷപൂജയുടെ അതിൻ്റെ ഭാഗമായുള്ള ദീപാരാധന ചടങ്ങുകൾ ഉണ്ടാകും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ശബരിമല ഒരു മണ്ഡല പൂജയ്ക്കായി പരിപൂർണമായും തയ്യാറെടുക്കുകയാണ്. പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളടക്കം ഇത്തവണ ഒരുക്കും. അതായത് കൂടുതൽ ഭക്തരെ അതായത് ഈ 25,000 30,000 എന്നൊക്കെ പറയുമ്പോൾ പോലും ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നേരത്തെ ഇവിടുത്തെ ഭക്തർ തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ഒരുപക്ഷെ ഈ 41 എന്നുള്ളത് വളരെ ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും വിശിഷ്ടമായൊരു ദിനമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൻ്റെ ഭാഗമായി തമ്പടിക്കും. അങ്ങനെ ആളുകൾ കൂടുതൽ തിരക്കിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻനിർത്തി കൂടുതൽ പോലീസുകാരെയൊക്കെ സന്നിധാനത്തടക്കം ഏതാണ്ട് 1500-ലധികം പോലീസുകാരൊക്കെ നിയോഗിച്ചുള്ള ക്രമീകരണം ഉണ്ടാവും. 26-ന് കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ, ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒപ്പം തന്നെ മറ്റ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സന്നിധാനത്ത് എത്തും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ള വളരെ ചെറിയ ദിവസങ്ങൾ ശബരിമല പരിപൂർണമായും ഉത്സവ ലഹരിയിലാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം ഏതാണ്ട് ദീപാരാധന കഴിഞ്ഞാൽ ഉടലാണ് പോലീസിന്റെ കർപ്പൂരാഴി. ശരി, ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.